പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചു എന്ന ഒറ്റ കാരണത്താൽ പലർക്കെതിരെയും ഭീഷണി മുഴക്കുകയും അവിടെ ചില ആളുകളുടെ കാറുകൾ കത്തിക്കുകയും നേരത്തെ തന്നെ അറിയാം അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാളുടെ ബൈക്ക് കത്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു വെള്ളൂരിൽ. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്ന അന്ന് രാത്രിയിൽ ടി പുരുഷോത്തമൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീ വെച്ചു. ഇന്നലെ മാതമംഗലത്ത് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാറിന് തീ വെച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരുതരം ഫാസിസമാണ് എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല. ഒരു വ്യക്തിക്ക് പയ്യന്നൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് 7 കോടി രൂപയുടെ കുടുംബസ്വത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജന്മിയായിരിക്കണം അയാള്. പക്ഷെ അയാൾ ജന്മി എന്ന് പറഞ്ഞല്ലോ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആള് വയനാട് ഫണ്ട് മുക്കിയ ആര് മുക്കി? കോൺഗ്രസ് മുക്കി. 54 കോടി രൂപയാണ് ആപ്പില് ഇവർക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആ പൈസ എവിടെ പോയി? എന്താ തെളിവുള്ളത്? തെളിവ് കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണല്ലോ. ഗൂഗിൾ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പൈസ എവിടെയാണ്? കൃത്യമായിട്ട് ഓരോ ദിവസവും മാധ്യമ ശ്രദ്ധയിൽ അദ്ദേഹത്തിന് നിന്നാൽ മാത്രമേ അദ്ദേഹം ഔട്ട് ആവാതിരിക്കുന്നതിന് പൊളിറ്റിക്സ് ചെയ്യുന്നത്. ഈ 74 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് അധികാരമോഹം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തിനാണ് അയാൾ മത്സരിച്ച് നമ്മൾ ചോദിക്കൂലേ? രാജേട്ട നമസ്കാരം. നമസ്കാരം. രാജേട്ട, നമ്മുടെ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂര് UDF സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 2 കാറുകൾ ഇന്നലെ കത്തിയിട്ടുണ്ട്. ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എനിക്കത് രാജാവിൻ്റെ മകൻ എന്നുള്ള സിനിമയ്ക്കകത്താണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, രാജാവിൻ്റെ മകൻ എന്നുള്ള സിനിമയ്ക്കകത്താണ്. അതായത് മറ്റേ ഈ മോഹൻലാൽ കള്ളക്കടത്തുകാരനായിട്ട് വരുന്ന സമയത്തൊക്കെ ഷാപ്പിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വി കുഞ്ഞികൃഷ്ണൻ കളിക്കുന്ന നാടകമാണോ ഈ പയ്യന്നൂരിൽ നടന്ന സംഭവങ്ങൾ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനകത്ത് തെറ്റു പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കുഞ്ഞികൃഷ്ണൻ ആശയപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ളൊരു സംവാദമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മധുസൂദനനോടുള്ള എന്തോ വ്യക്തിപരമായിട്ടുള്ള ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു ഈഗോ, അതൊക്കെയാണ് ഈ വി കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ CPM വിമതനാക്കി മാറ്റിയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? മധുസൂദനോടുള്ള വ്യക്തിപരമായ ഈഗോ ഇത്രയൊക്കെ വളരാനൊന്നും ഒരു സാഹചര്യം അവിടെ ഇല്ല എന്ന് നമ്മൾ കാണണം. കാരണം അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അതിൽ കഴമ്പുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പയ്യന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധവും അതുതന്നെയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം മധുസൂദനൻ അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ CPM ഒരു നേതാവാണ്. മധുസൂദനൻ ഉൾപ്പെട്ട 2-3 ആളുകൾ ചേർന്ന് അവിടെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടത്തിയെന്നും ബിൽഡിംഗ്, അതായത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ഫണ്ട് തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന് രേഖാമൂലമാണ് വി കുഞ്ഞികൃഷ്ണൻ അവിടെ അവതരിപ്പിച്ചത്. ഇത് ഇന്നലെയും മിനിഞ്ഞാന്നുണ്ടായ സംഭവമല്ല. കുറേ മുന്നേ തന്നെ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുകയും അദ്ദേഹത്തിനെതിരെ പിന്നീട് നടപടി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ടീം മധുസൂദനെതിരെയും അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ്. ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് കത്ത് കൊടുക്കുന്നതൊക്കെ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥി വരെ ആവുന്ന ഘട്ടത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാൾ അവിടെ തുടർന്ന് മത്സരിക്കുന്നത് അവിടുത്തെ പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യുന്നു, പാർട്ടിയെ തകർക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹം അവിടുത്തെ ലോക്കലിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല. ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എന്ന് നമ്മൾ കാണണം. അദ്ദേഹത്തിന് പിന്നീട് ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചു എന്ന ഒറ്റ കാരണത്താൽ പലർക്കെതിരെയും ഭീഷണി മുഴക്കുകയും അവിടെ ചില ആളുകളുടെ കാറുകൾ കത്തിക്കുകയും നേരത്തെ തന്നെ അറിയാം അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാളുടെ ബൈക്ക് കത്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു വെള്ളൂരിൽ. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്ന അന്ന് രാത്രിയിൽ ടി പുരുഷോത്തമൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീ വെച്ചു. ഇന്നലെ മാതമംഗലത്ത് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാറിന് തീ വെച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരുതരം ഫാസിസമാണ് എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല. ഇത് കേരളത്തിന് പുറത്ത് നടക്കുമ്പോൾ CPM അതിനെ ഫാസിസം എന്ന പേരിൽ രേഖപ്പെടുത്തുകയും കേരളത്തിൽ നടക്കുമ്പോൾ അത് പ്രതികരണങ്ങൾ മാത്രമായി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ ഇത് ഒരു തരം നമ്മൾ ഒന്ന് നോക്കൂ, എത്രയോ വർഷങ്ങളായിട്ട് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളും തീവെപ്പും ഒക്കെ നടന്നു പോയിരുന്നു, ബോംബേർ നടക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇത്തവണ ബോംബേർ ഇവിടെ ഉണ്ടായിട്ടില്ല. ചിലപ്പം ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോഴേക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ നമ്മളൊന്ന് നോക്കൂ, എത്ര ബാലിശമായ തീരുമാനങ്ങളാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ എത്ര പ്രാകൃതമായ ചില നടപടികളാണ് അവർ കൈക്കൊള്ളുന്നുള്ളത്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണം, എതിർപ്പുകളെ കൃത്യമായ എന്താണ് എതിർത്ത് സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണോ അതിനെ കൃത്യമായ രേഖകൾ കൊണ്ടും കണക്കുകൾ കൊണ്ടും നേരിടുന്നതിന് പകരം വെല്ലുവിളികൾ നേരിടുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇതൊന്നും അവതരിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നമ്മൾ കണ്ടാണ് സ്വരാജ് പറഞ്ഞു കള്ളന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളത്. അതല്ല കറക്റ്റ് പോയിന്റ് അല്ല, പക്ഷെ ആരാണ് കട്ടത് എന്നുള്ളത് ജനങ്ങൾ അവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥ കള്ളൻ? അതിനകത്ത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വി കുഞ്ഞികൃഷ്ണൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു ഒഫൻസ് എന്ന് തന്നെ പറയും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇദ്ദേഹം പുറത്ത് പബ്ലിക്കിന്, അതായത് മീഡിയയ്ക്ക് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒഫൻസാണ്. ഞാൻ പറയട്ടെ, ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയിട്ടുണ്ട്, ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും പിന്നെയും അതിനകത്ത് പണത്തിന്റെ അപഹരണം നടന്നു എന്നുള്ള രീതിയിൽ പാർട്ടിക്ക് പുറത്തു വന്ന് ഇദ്ദേഹം ശബ്ദിക്കുന്ന ഒരു രീതി, ആരാണ് വി കുഞ്ഞികൃഷ്ണൻ എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിച്ചു പോണ്ടേ. വി കുഞ്ഞികൃഷ്ണൻ അവിടുത്തെ ഒരു സഹകരണ ബാങ്കിൽ പാർട്ടിയുടെ തന്നെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ഒരു ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് 7 കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സഖാവിന് 7 കോടി രൂപയുടെ ആസ്തി എങ്ങനെയുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 7 കോടി രൂപയുടെ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി ഫണ്ടും കട്ടിട്ടില്ല, രക്തസാക്ഷി ബിൽഡിംഗ് ഫണ്ടും കട്ടിട്ടില്ല. ഇതിപ്പോ നമ്മൾ പറയുന്നതല്ലേ, ഇത് നമ്മൾ പറയുന്നതല്ലേ. അല്ല, ഞാൻ പറയുന്നു അങ്ങനെയല്ല രാജേഷ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വ്യക്തിക്ക് പയ്യന്നൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് 7 കോടി രൂപയുടെ കുടുംബസ്വത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജന്മിയായിരിക്കണം അയാൾ. പക്ഷെ അയാൾ ജന്മി എന്നല്ലല്ലോ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആള് അല്ലല്ലോ. ഇദ്ദേഹം ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ടിരുന്നു കൊണ്ട്, അതായത് ഒരു അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ലോണുകളുടെ ഒക്കെ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടാവാം. ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇത്ര ദീർഘകാല ലോൺ കമ്മീഷൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഈ ബാങ്കിൽ നിന്ന് വർഷങ്ങൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ ബിസിനസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തി രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് തെളിവാണെന്നുള്ളത് എന്ത് തെളിവാണുള്ളത്? സിബിഎന്നെ പറഞ്ഞല്ലോ അദ്ദേഹം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ധനരാജ് എന്ന് പറയുന്ന വ്യക്തി, ധനരാജ് രക്തസാക്ഷി, ധനരാജിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ പൈസ കുറെ പിരിച്ചെടുക്കുക, എന്നിട്ട് രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നക്കാപ്പിച്ച പൈസയൊക്കെ അവർ കൊടുക്കാൻ സഹായം, ബാക്കി അവരെ പാർട്ടി ഭീഷണിപ്പെടുത്തി ഇനി മിണ്ടരുത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന്. ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ 10-30 വർഷം മുന്നേ നടക്കുന്ന പരിപാടിയാണ്. ഇതൊന്നും ആധുനിക ലോകത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഈ പറഞ്ഞ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അപകടവുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഗുരുതരമായ ആരോപണം മധുസൂദനനെതിരെ ഉയർത്തിയതിനു ശേഷം ഈ മധുസൂദനൻ മത്സരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് എവിടേക്കാണ്? UDFന്റെ പക്ഷത്തേക്കല്ലേ പോയിട്ടുള്ളത്. വയനാട് ഫണ്ട് മുക്കിയ കോൺഗ്രസ് മുക്കി 54 കോടി രൂപയാണ് ആപ്പില് ഇവർക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആ പൈസ എവിടെ പോയി? എന്താ തെളിവുള്ളത്? തെളിവ് കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണല്ലോ. ഗൂഗിൾ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പൈസ എവിടെയാണ്? ഇത് നിങ്ങൾ പൈസ എവിടെ? ധനലക്ഷ്മി ബാങ്കിലെ KPCC പ്രസിഡന്റ് വന്നിട്ട് പറയുന്നു ധനലക്ഷ്മി ബാങ്കിൽ മാത്രമാണ് തങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതെന്ന് പറയുന്നു. അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ മാത്രമല്ല ഫെഡറൽ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. ഈ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിന്റെ പൈസയുടെ കണക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ എന്ന് MV നികേഷ് കുമാർ തന്നെ വെല്ലുവിളിച്ചല്ലോ. നികേഷ് കുമാറിന് അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാന്നേ. കാരണം അങ്ങനെ പറയല്ലേ, നികേഷ് കുമാർ അങ്ങനെ കുറെ വെല്ലുവിളി ഏതെങ്കിലും ഒരു ഇതിൽ അതുകൊണ്ട് പയ്യന്നൂരിൽ വ്യാപകമായ ആക്രമണം നടത്താന്നാണോ? കുഞ്ഞികൃഷ്ണൻ അവിടെ ഇപ്പൊ എന്താണ് വെറുതെ ആരോപണം ഉന്നയിച്ച ആളല്ല. അദ്ദേഹം അവിടെ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയാണല്ലോ. ഈ എതിരാളികളെ എതിർ ശബ്ദത്തെ എല്ലാ കാലത്തും ഭയക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തിനാ? അക്രമത്തിലൂടെ എല്ലാം നേരിട്ടുണ്ട്. CPM ആണ് ആക്രമണം നടത്തിയെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ?
എന്തെങ്കിലും തെളിവുണ്ടോ? അവിടെ പ്രശ്നം വി കുഞ്ഞികൃഷ്ണൻ അങ്ങനെയല്ല. വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിട്ട് ഇനി കൃത്യമായിട്ട് ഓരോ ദിവസവും മാധ്യമ ശ്രദ്ധയിൽ അദ്ദേഹത്തിന് നിന്നാൽ മാത്രമേ അദ്ദേഹം ഔട്ടാവാതിരിക്കുന്നതിന് പൊളിറ്റിക്സ് ഈ 74 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് 74 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് അധികാരമോഹം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തിനാണ് അയാൾ മത്സരിച്ചത്? നമ്മൾ മത്സരിച്ചത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ടി.ഐ. മധുസൂദനൻ എന്നുള്ള സ്ഥാനാർത്ഥിയെ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ പാർട്ടിക്കെതിരല്ലാതെ ആൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ടി.ഐ. മധുസൂദനൻ എന്നൊരു വ്യക്തിയിലേക്ക് മാത്രം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് എന്തുകൊണ്ട് ആരോപണം പോകുന്നു എന്നാണ് എന്റെ ചോദ്യം. വ്യക്തി കേന്ദ്രീകൃതമല്ല, അവിടെ കൃത്യമായിട്ട് ടി.ഐ. മധുസൂദനന്റെ നേതൃത്വത്തിൽ അവിടെ ധനാപകരണം നടന്നിട്ടുണ്ടെന്നുള്ള തെളിവ് സഹിതം അദ്ദേഹം പറയുമ്പോൾ അത് വ്യക്തിക്കെതിരെയല്ലെന്നേ, ഈ ധനാപകരണം നടത്തിയ ഒരാൾക്കെതിരെയാണ്. ഒരു വ്യക്തി എന്തെങ്കിലും കൃത്രിമം നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം പറയാൻ പറ്റുമോ? എന്തീ പറയുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്നറിയാം, ഈ നിങ്ങൾ എപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ എന്ത് സംഭവിച്ചാലും അത് പാർട്ടി 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 എന്ന് പറയും. എന്ത് പാർട്ടി? ആരാണ് പാർട്ടി? സമൂഹല്ലേ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തോട് ഞങ്ങൾക്ക് ഒന്നും ഒരു ബാധ്യതയില്ല, കണക്ക് ഞങ്ങൾ സമൂഹത്തോട് പറയില്ല. കണക്ക് വെച്ചിട്ടുണ്ടല്ലോ. എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി കൃത്യമായിട്ട് കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നയാള് നോമിനേഷൻ കൊടുത്ത് ഇയാളുടെ ആസ്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റ് ഞാനൊന്ന് ഈ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് ആസ്തി സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന് 7 കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നത്. പക്ഷെ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം എന്താണ്? കെ രാഗേഷ് മനഃപൂർവ്വം, അതായത് കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുള്ള കെ രാഗേഷ് മനഃപൂർവ്വം ഇയാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് 7 കോടി രൂപയുടെ സ്വത്തുണ്ട് എന്ന് വെളിപ്പെടുത്തിയതാണ് എന്ന് പറയുന്ന ഒരു ആരോപണം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും വി കുഞ്ഞികൃഷ്ണന്റെ തോന്നലുകളാണ് ഓരോ ദിവസവും വി കുഞ്ഞികൃഷ്ണൻ ആരോപണങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ സിബി, നമ്മളിപ്പോ പയ്യന്നൂരിലല്ല ഇരിക്കുന്നത്, നമ്മൾ എറണാകുളത്തായിരിക്കുന്നത്. പയ്യന്നൂരിലിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവിടെ കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം ബുദ്ധിയില്ലാത്തവരാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ടി.ഐ. മധുസൂദനൻ എന്നുള്ള MLA-ക്കെതിരെ അവിടെ വ്യക്തിപരമായി ഒന്നും വിദ്വേഷമുള്ളവരാണെന്ന് സിബി കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടാ, കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കെ ശൈലജ ടീച്ചറും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3ാം സ്ഥാനത്ത് വന്ന ആളാണ് ടി.ഐ. മധുസൂദനൻ. ഇത്തവണ പയ്യന്നൂരിൽ അദ്ദേഹത്തിന് വോട്ട് കുറയുകയാണെങ്കിൽ ഈ ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടാണല്ലോ അർത്ഥം. അല്ല, അത് നമുക്ക് റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ അപ്പൊ ആ സമയത്ത് ചർച്ച ചെയ്യണേ. തീർച്ചയായിട്ടും ആ സമയത്ത് ചർച്ച ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്, അവിടുത്തെയുള്ള ആളുകൾ ഇത് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ ആരാണെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നത് സത്യമാണോ എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ഇത് കുഞ്ഞികൃഷ്ണൻ അനുകൂലിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോളട്ടെ. ഞാൻ ഇന്ന് രാവിലെ രാജേഷിന്റെ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. എനിക്ക് ആ വീഡിയോയും കൂടെ നമ്മൾ ഇതിനകത്ത് കാണിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത് ദൃശ്യങ്ങൾ കാണിക്കാം. ഭയപ്പെടുത്തി ഈ നിലയിൽ എല്ലാ കാലത്തും മുന്നോട്ട് പോകാം എന്ന് കരുതേണ്ടതില്ല, അത് സാധിക്കില്ല. ചരിത്രം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ആ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചരിത്രത്തെ തമസ്കരിച്ച് വർത്തമാനകാലത്തെ വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുമ്പോ ഇത് മാത്രമല്ല ശരി എന്നത് കൂടി മനസ്സിലാക്കാൻ ഇവർ സന്നദ്ധമാകേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിനകത്ത് കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നു. ഈ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ അടുക്കിലേക്ക് തട്ടിക്കയറുകയാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇതെല്ലാം ക്ഷമ കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ടവരാണ് ഇയാൾ തല്ലുകൊള്ളാണ്ട് പോകത്തില്ല എന്ന് തോന്നുമ്പോഴും എന്ന് ഉള്ള ഒരു വാചകം പറയുന്നു. അപ്പോഴും വളരെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ അയാൾ വന്നിട്ട് അയാളോട് പറയുന്നു പോട്ടെ പ്രശ്നമില്ല പോട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ കാണിക്കാൻ സാധിക്കും. ചെറിയ വിഷയമല്ല. ഞാൻ വേട്ടെ, മറിച്ച് ഒരാളെ പ്രൊവോക്ക് ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് തല്ലി മേടിച്ചിട്ട് എന്നെ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരഞ്ഞിട്ട് കണ്ടല്ല, അവർ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്ന ആളുകൾ കൂടെയുള്ള ആളാണ് വി കുഞ്ഞികൃഷ്ണൻ. അപ്പൊ വി കുഞ്ഞികൃഷ്ണന്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് ഈ പിന്നെ എന്താ പറയണ്ട ന്യായീകരണ ഫാക്ടറി ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഞാനങ്ങോട്ട് വിഴുകാൻ തയ്യാറല്ല, അത്രേ ഉള്ളൂ.
പയ്യന്നൂരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാനും കൃത്യമായി അന്വേഷിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ സംശയ നിഴലിലായിരിക്കുന്ന ഈ ടി എ മസൂദൻ എന്നുള്ള അവിടുത്തെ സിറ്റിംഗ് MLA എനിക്ക് ദീർഘകാലമായി പരിചയമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം സംശയാതീതനായി ഇത് ഈ കുറ്റം ഒന്നും ചെയ്തിട്ടില്ലെന്ന് എൻ്റെ കൈ പരിശുദ്ധമാണ് എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല. അതാണ് വിഷയം. അവിടെ കണക്കുകളാണ് പറയേണ്ടത്. അവിടെ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ആൾ തയ്യാറാവണ്ടേ? ഞാൻ പറയട്ടെ, അല്ലാതെ അവിടെ പറയുന്ന ഈ മധുസൂദനനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഈ വി കുഞ്ഞികൃഷ്ണൻ പോയി മത്സരിക്കുന്നത് ഏത് മുന്നണിയിലാണ്? ഏത് മുന്നണിയിലാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കെ കരുണാകരന്റെ വരെ സ്മാരക ഫണ്ട് എവിടെ പോയി എന്ന് അറിയാൻ പാടില്ലാത്ത, കണക്കോ കാര്യങ്ങളോ ഇല്ലാത്ത വയനാട് ഫണ്ട് മുക്കിയിട്ടുള്ള ആളുകളുടെ എടുക്കലാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ എത്ര രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പിരിവ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എത്രയെത്ര സംഭവങ്ങൾ പുറത്തേക്ക് വന്നു. ഫണ്ട് പിരിച്ചതിന് ശേഷം ആ ഫണ്ടിനെ സംബന്ധിച്ച് യാതൊരു കണക്കുമില്ലാത്ത ഒരവസ്ഥ. അതിനുശേഷം ഫണ്ട് പിരിച്ച ആൾ ഇപ്പോൾ BJP-യിലേക്ക് ചേർന്നു എന്ന് പറയുന്ന ന്യായീകരണം, ഇതൊക്കെ എവിടെ സംഭവിക്കും? അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, വാർദ്ധക്യത്തിന്റെ അവസാന നാളുകളിൽ അധികാരമോഹം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെയും തന്നെ താനാക്കിയ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട്, തനിക്ക് അന്നം തന്ന പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ എല്ലാ കാലത്തുള്ളതാണ്. പാർട്ടി അന്നം തരുന്നു, പാർട്ടി വളർത്തി വലുതാക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇത് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സമൂഹം മൊത്തമാണെന്ന്. ഒരു പാർട്ടിമാരുടെ കോൺഗ്രസ് ഒരു ക്രമക്കേട് കണ്ടെത്തി അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ അദ്ദേഹം എന്തായി? വർഗവഞ്ചകൻ, നാറി, കള്ളൻ, എന്തൊക്കെയാണ് പറയുന്നത്? ഇങ്ങനെ ഈ ഒരു സംസ്കാരമൊക്കെ മാറേണ്ടത്. പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്തല്ലേ പറയേണ്ടത്. പാർട്ടിക്കകത്ത് പറഞ്ഞ് പാർട്ടിക്കാർ ഇതെല്ലാം തള്ളി പോയി പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പബ്ലിക്കിന്റെ പൈസ മേടിച്ച് പൈസ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിനോട് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം വി കുഞ്ഞികൃഷ്ണൻ ഇത്രയും നീതിബോധം ഉണ്ടെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ വയനാട് ഫണ്ട് മുക്കിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ? നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ക്യൂബയിലെ വിഷയങ്ങളൊക്കെ പിന്നെ ഗോവിന്ദ മാഷ് സംസാരിക്കുമ്പോൾ അല്ല ക്യൂബയിലെയും കാര്യങ്ങളല്ല നമ്മളിപ്പോ സംസാരിക്കുന്നത്, കേരളത്തിലെ കാര്യങ്ങൾ. ഒരു പ്രദേശത്തെ വിഷയം സംസാരിച്ചാലും നമ്മൾ അടുത്ത പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യം അദ്ദേഹം ഇടപെട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് കൃത്യമായി അറിവുള്ള ഒരു വിഷയമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഈ അക്രമത്തെ ന്യായീകരിക്കുന്നുണ്ടോ? ഈ അക്രമം ആര് നടത്തിയെന്ന് ആദ്യം കണ്ടെത്തണം. ആര്? പോലീസ് കണ്ടെത്തണം. 24 മണിക്കൂറിലായിട്ടുള്ളൂ. നേരത്തെ കൃഷ്ണനെ അനുകൂലിച്ച ഒരാളിന്റെ ബൈക്ക് കത്തിച്ചിട്ട് എത്ര പേര് അറസ്റ്റ്? ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും TP-നെ കൊന്നത് പിന്നെ പാർട്ടിയാണെന്ന് അംഗീകരിക്കാത്ത ആളുകളല്ലേ പാർട്ടി നേതൃത്വം. ഞാൻ CPM ആളായിട്ടല്ല ഞാൻ പറയുന്ന കാര്യം. വി കുഞ്ഞികൃഷ്ണൻ, ഞാൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത്. വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിട്ട് വി കുഞ്ഞികൃഷ്ണനുള്ളത് അധികാരമോഹമാണ്. എന്ത് അധികാരമോഹം? ഒരിക്കലും അധികാരമോഹം, മധുസൂദനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം. വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന് പാർട്ടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവരെ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അദ്ദേഹം ആകെ പറഞ്ഞത് ടി ഐ മധുസൂദനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തെ ഇത്തവണ മത്സരിപ്പിക്കരുത് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള വാക്കല്ല. ഒരു സമൂഹം മൊത്തം അദ്ദേഹത്തിന്റെ പുറകിലുണ്ട് നിങ്ങൾ കാണണം. അല്ലാണ്ട് MLA ആവാൻ വേണ്ടിയിട്ട് മനസ്സിലാവും. അദ്ദേഹത്തിന് MLA ആവാൻ വേണ്ടിയിട്ടുള്ള ആർത്തിമൂത്ത് അദ്ദേഹം ചാടി വീണ് അദ്ദേഹം സ്ഥാനാർത്ഥി ആയതാന്നൊക്കെ തെറ്റിദ്ധരിക്കരുത്. സമൂഹത്തെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ടോ എന്നതൊക്കെ കുറിച്ചിട്ടുള്ള കൃത്യമായി അനലൈസ് ചെയ്യുന്ന ഒരു വലിയ സമൂഹം പയ്യന്നൂരിലും പരിസര പ്രദേശത്തും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തീർച്ചയായും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അക്രമം നടത്തി ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്നുള്ള ബാർബേറിയൻ ചിന്താഗതിയൊന്നും എല്ലാ കാലത്തും നടപ്പിലാവില്ല. അതുകൊണ്ട് അക്രമമൊക്കെ എല്ലാ കാലത്തും നടത്തുന്നുണ്ട്. പാർട്ടി എല്ലാ കാലത്തും അക്രമം നടത്തുന്നുണ്ട്. മറ്റെവിടെയും നടക്കും മാത്രമാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. ഇപ്പൊ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വെറുതെ ഇങ്ങനെയൊക്കെ കോൺഗ്രസ് ആക്രമണം നടത്തുന്നില്ലേ? അക്രമം നടത്തുന്നത് നിങ്ങൾ വെറുതെ അതൊക്കെ ചെറിയ സംഭവങ്ങളല്ല. ഇപ്പൊ കേരളത്തിൽ CPM നടത്തുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് കോൺഗ്രസിനോട്
കോൺഗ്രസിനോട് എനിക്കെന്ത് വിദ്വേഷം? പിന്നല്ലാതെ എനിക്ക് കോൺഗ്രസിനോട് എന്ത് വിദ്വേഷം? അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. കോൺഗ്രസിന്റെ വക്താവ്, ഞാൻ കോൺഗ്രസിന്റെ അങ്ങനെയല്ല പറയുന്നത്. ഏതൊന്നും തരത്തിലുള്ള ആളൊന്നുമില്ല. പക്ഷെ നമ്മളിത് നീതിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പയ്യന്നൂരിൽ ഇനിയിപ്പോ പയ്യന്നൂർ മാത്രമല്ലല്ലോ, അടുത്ത സ്ഥലത്തേക്ക് അക്രമം വ്യാപിക്കും. കാരണം പയ്യന്നൂർ വളരെ അടുത്ത സ്ഥലമാണല്ലോ തളിപ്പറമ്പ്. തളിപ്പറമ്പിലും ഇതേ അവസ്ഥ തന്നെയാണ്. തളിപ്പറമ്പിലുണ്ടാവുമല്ലോ ഇതേതരത്തിലുള്ള അക്രമങ്ങൾ. തളിപ്പറമ്പിൽ മലപ്പട്ടത്തൊക്കെയുള്ള ഗോവിന്ദന്മാൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു ജനപിന്തുണ കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കണ്ടതല്ലേ? മലപ്പട്ടം മാത്രമാണോ തളിപ്പറമ്പ്? അല്ല, തളിപ്പറമ്പിൽ മൊത്തത്തിൽ കണ്ടതാണല്ലോ. പറയുന്നത് ഒരു ചെറിയ പ്രദേശമാണ്. തളിപ്പറമ്പിൽ കോൺഗ്രസുകാർ പോലും ഈ ടി ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ പ്രചരണത്തിനില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ പ്രചരണത്തിനുണ്ടോ ഇല്ലയോ എന്നല്ലല്ലോ ഒരു സ്ഥാനാർത്ഥിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് തളിപ്പറമ്പിൽ വരുന്ന ടി ഗോവിന്ദന് അവിടെയുള്ള UDFന്റെ പോലും പിന്തുണ ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് ടി ഗോവിന്ദൻ എന്ന് തളിപ്പറമ്പിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ടി കെ ഗോവിന്ദൻ ആരാണ് എന്നുള്ളതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ അക്രമം നടത്തിയിട്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിധത്തിലും അത് നമ്മൾ കുറെ കണ്ടല്ലോ. ഈ അക്രമം ഇതൊക്കെ ആയിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അക്രമങ്ങൾക്ക് പിന്നിൽ പാർട്ടി CPM ആണോ എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ പിന്നിലുള്ളത് CPM ആണെന്ന് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിന്നിലുള്ളത് വി കുഞ്ഞികൃഷ്ണനെ ഈ വീണ്ടും ആക്റ്റീവാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ചില കുബുദ്ധികൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ മരണത്തിലിരിക്കുന്ന, ഒരുപക്ഷെ മരണത്തുടർച്ച കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുന്നണിയോ പാർട്ടിയോ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നുള്ളത് തന്നെയാണ്. നല്ല ഗംഭീര ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആകെ വിതരണം ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.